ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് പ്രൊമോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു കുഞ്ഞ് ലൈക്കൊക്കെ അടിക്കാൻ മറന്നുകൊണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ പുതുതായിട്ട് വരുന്ന പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കേട്ടോ, പുതുതായിട്ട് വരുന്നവരുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ സീരിയലിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലെത്തിക്കോളും. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ലൈക്ക് അടിക്കാൻ എന്തായാലും മറന്നു പോകരുത് കേട്ടോ. എൻ്റെ ലൈക്കിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ്, മറന്നു പോകണ്ട. തുടക്കം തന്നെ ഒരു ലൈക്ക് അങ്ങ് അടിച്ചിട്ട് കേട്ടാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് നാളത്തെ കഥയിലോട്ട് പോയാലോ. അങ്ങനെ നമ്മുടെ ഹരി, രോഹിത്തും ബാക്കി 2 കൂട്ടുകാരെയും കോടതിയിലോട്ട് കൊണ്ടുവരികയാണ്. കോടതിയിൽ വാദമാണ്. അപ്പോൾ കോടതി കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ വളരെ നമ്മൾ എപ്പിസോഡിൽ കണ്ടായിരുന്നല്ലോ, ഈ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടായിരുന്നോ, അതിന് മാത്രമുള്ള ജനപ്രളയം ഉണ്ടായിരുന്നു അവിടെ. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ചില്ലറ ഒരു കൊലപാതകമോ അങ്ങനത്തെ ഒരു കേസൊന്നുമല്ല. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ 4 അംഗങ്ങൾ ചേർന്ന് ഗ്രൂപ്പായിട്ട് റേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അപകടനില തരണം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അത്രയും വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. അതൊക്കെ നാട്ടുകാരും അതുപോലെ ജനങ്ങളും ആ രീതിയിലൊന്നും എടുക്കില്ല. അവർ അത്രയേറെ പ്രതിഷേധം കാണിക്കും. അങ്ങനെ വണ്ടിയിൽ കോടതി വളപ്പിൽ വണ്ടിയിൽ എത്തിച്ച ഈ 4 പ്രതികളെയും ആ വണ്ടിയിൽ നിന്നും പുറത്തിറക്കി കോടതിക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ പോലീസ് നന്നേ പാടുപെടുകയാണ്. അപ്പോൾ നമ്മുടെ ശിവശങ്കരനും രാജീവും ഓൾറെഡി കോടതി ഇന്ന് കേസാണ് വാദമാണെന്നറിയാമല്ലോ. അപ്പോൾ അവർ ഓൾറെഡി വരാനായിട്ടിരിക്കണം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് അങ്ങ് ചെന്ന് കയറുകയാണെങ്കിൽ ആൾക്കാർ തല്ലിക്കൊല്ലൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അറിയാം അച്ഛനും ചെറിയച്ഛനും ഒക്കെ ആണെന്നുള്ളത്. ആൾക്കാർക്ക് പത്രങ്ങളിൽ എല്ലാവരും നാട്ടുകാരൊക്കെ അറിഞ്ഞൊക്കെയല്ലേ. അപ്പോൾ എന്തായാലും നേരിട്ട് കോടതി വളപ്പിലോട്ടൊന്നും പോകണ്ട, വണ്ടി കുറച്ച് മാറ്റി ഇട്ടിട്ട് നമുക്ക് വേറൊരു വഴി കൂടെ കയറി പോകാമെന്ന് രാജീവ് പറയുകയാണ്. അങ്ങനെ ഇവരെ ഈ നമ്മുടെ ഹരിയെയും രോഹിത്തിനെയും മറ്റേ 4 പ്രതികളെയും പോലീസ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇറക്കി വിട് സാറേ, ഈ ദ്രോഹികളെ ഇറക്കി വിട് സാറേ, ഇവനൊന്നും ഇനി ജീവനോടെ ഇരിക്കരുത്, ഇവനെയൊക്കെ പണത്തിൻ്റെ കൊഴുപ്പാണ് ഇവനൊക്കെ ഇറക്കി വിട് സാറേ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് നാട്ടുകാർ വലിയ പ്രളയം സൃഷ്ടിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അമ്മാതിരിയുള്ളൊരു വലിയ കേസാണ്. ഒരു പെൺകുട്ടി ഇത്രയ്ക്ക് പിച്ച് ചീന്തിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ നാട്ടുകാർ ആ രീതിയിൽ പ്രതികരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരുടെ കയ്യിലൊന്നും നിൽക്കാത്ത രീതിയിൽ ആൾക്കാർ എന്തോരം ഭയങ്കര രീതിയിൽ ആൾക്കാർ അങ്ങോട്ട് ഇവരെ അങ്ങോട്ട് ക്ഷുഭിതരായിട്ട് ഇവരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കണം. അങ്ങനെ എങ്ങനെയൊക്കെയോ വല്ല ചാതി ഒരുവിധം കോടതിയിലകത്ത് 4 പ്രതികളെയും കയറ്റുകയാണ്. അങ്ങനെ നമ്മുടെ രാജീവും അതുപോലെ ശിവശങ്കരനും വേറൊരു വഴിയിൽ കൂടെ ആൾക്കാരുടെ കണ്ണിപ്പെടാണ്ട് എങ്ങനെയൊക്കെയോ കോടതിക്കകത്ത് കയറ്റി. അങ്ങനെ വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും, അതിൽ പ്രതിഭാഗം വക്കീൽ വന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഓൾറെഡി അവർ ശിവശങ്കറിൻ്റെ അടുത്ത് രാജീവിൻ്റെ അടുത്തും പറഞ്ഞു, എന്തായാലും നമുക്ക് ജാമ്യത്തിന് എന്തായാലും സ്കോപ്പില്ല. കാരണം ചില്ലറ കേസല്ല, റേപ്പിംഗ് കേസാണ്, അതും മൈനറാകാത്ത ഒരു പെൺകുട്ടിയും കൂടെ. അതുകൊണ്ട് ജാമ്യം എന്തായാലും നമുക്ക് കിട്ടില്ല, എങ്കിലും വാദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കേസ് വിസ്താരം തുടങ്ങി. ജഡ്ജി യാതൊരുവിധ അനുകമ്പങ്ങളോ ഒന്നും തന്നെ ഇവരോട് കാണിച്ചില്ല. കാര്യം കാണിക്കേണ്ട കാര്യവുമില്ല. തല കുനിച്ച് നിൽക്കുകയാണ്. രോഹിത്തിനാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല. ഒന്നാമത് ഈ ജനരോക്ഷങ്ങളും ഇതൊക്കെ കണ്ടിട്ട് ആകെ അവരെ സംബന്ധിച്ച് അവർ ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. സ്വന്തം ജീവിതത്തിൽ കോടതിയിൽ ഇങ്ങനെ കയറി ഒരു കോർട്ടിൽ കയറി ഇങ്ങനെ നിന്ന് ഇതുപോലൊരു കേസിന് അവർ ക്വസ്റ്റ്യൻ ചെയ്യലും അല്ലെങ്കിൽ അതിൻ്റെ മറുപടി കൊടുക്കേണ്ടി വരുമോ എന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. അതിനുള്ള പ്രായവും പക്വതയായിട്ടുള്ളൂ ഈ 4 പേർക്കും. പഠിക്കാൻ വിട്ടിട്ട് ഈ ഒരു രീതിയിൽ കൂട്ടുകെട്ടും പണത്തിൻ്റെ അഹങ്കാരവും കാണിച്ച് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തേണ്ടി വന്നു. അപ്പോൾ അത് ആ രീതിയിൽ തന്നെയാണ് വാദിഭാഗം വക്കീൽ ഇവരോട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ അവരുടെ വക്കീലിൻ്റെ ക്വസ്റ്റ്യത്തിനൊന്നും യാതൊരുവിധ അനുകമ്പ കിട്ടാൻ ഒന്നുമില്ല. അതായത് വക്കീൽ ഈ ഒരു കാര്യം മാത്രമേ വാദിച്ചുള്ളൂ. ഇങ്ങനെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയ ഈ പണത്തിൻ്റെ കൊഴുപ്പ് കാണിച്ച ഈ 4 പ്രതികൾക്കും ഏതൊരു വിധത്തിലും ജാമ്യം അനുവദിക്കരുത് എന്നാണ് ആ വാദിഭാഗം വക്കീൽ വാദിച്ചത്. അപ്പോൾ പ്രതിഭാഗം വക്കീൽ വാദിച്ചു, സാർ അതിന് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നുള്ള രീതിയിൽ. പക്ഷേ ജഡ്ജി കൊടുക്കുമോ? കാരണം ഇത് ചില്ലറ കേസൊന്നും അല്ല. അപ്പോൾ എന്തായാലും ജാമ്യം കൊടുക്കില്ല. കാര്യം ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങി പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിക്കും.
അറിയിക്കുകയും അതുവഴി കേസിന് അത് പല തേയ്മാനങ്ങൾ സംഭവിക്കും. കാരണം എന്ന് വെച്ചാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് എന്നെ വാദിച്ചു. അവസാനം കോടതി ജഡ്ജി വാദിച്ചു ഇവരെ റിമാൻഡ് ചെയ്യാനായിട്ട് വിടുകയാണ്. ഇത് കേട്ടപ്പോൾ ആ ജനങ്ങൾക്കും അവിടെ കൂടിയവർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർക്കെങ്ങനെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ ആ കേസ് അവിടെ ഒതുങ്ങി തീർക്കണം. കാരണം അതിനുള്ള പണവും സ്വാധീനവും ഉള്ള ആൾക്കാരാണ് ഈ പ്രതികൾ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കിട്ടരുതെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇത് കേട്ട് നമ്മുടെ ശിവശങ്കരൻ്റെ ചങ്കങ്ങ് വേദനിക്കണം. കാര്യം എന്ന് വെച്ചാൽ ജാമ്യം കിട്ടിയില്ല. അപ്പോൾ എൻ്റെ മകൻ ഇനി ജയിലിനകത്താവേണ്, അവൻ്റെ ഭാവി തീർന്നു എന്നുള്ള ഒരു ഇതായിപ്പോയി. അവസാനം ഹരിയും രോഹിത്തും ഒക്കെ കരഞ്ഞാണോ അത് കരഞ്ഞില്ല എന്നുള്ളൊരവസ്ഥയിൽ അവിടെ നിന്ന് അവർ വണ്ടിയിലോട്ട് കയറ്റുകയാണ്. കാരണം ഇനി അവർ ജയിലിലാണ്, റിമാൻഡ് ചെയ്തൊക്കെയാണ്, അവർ ഇത്ര ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടൊക്കെയാണ്. അപ്പോൾ അവരെ കൊണ്ട് എങ്ങനെയൊക്കെയോ ജനങ്ങളുടെ ആ ഒരു ജനങ്ങൾക്ക് ഒരു ആഹ്ലാദ പ്രകടനമാണ്. കാരണം എന്ന് വെച്ചാൽ ജാമ്യം കിട്ടിയില്ലല്ലോ, ഇവരെ ജയിലിലിട്ടല്ലോ. എന്നാലും ഒരു ശമനം എന്ന രീതിയിൽ ജനങ്ങളൊന്ന് സമാധാനപ്പെടുകയാണ്. ഇതേ സമയം പോലീസ് വന്നിട്ട് രാജീവിൻ്റെ അടുത്തും ശിവശങ്കറിൻ്റെ അടുത്തും പറയുന്നത് നിങ്ങൾ ഇതിപ്പോൾ പുറത്തിറങ്ങാൻ നിൽക്കരുത്, കാരണം അവരെ കിട്ടാത്തതുകൊണ്ട് നിങ്ങളെങ്ങാനും കിട്ടുകയാണെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പൊടി പോലും ബാക്കി വയ്ക്കില്ല, അതുകൊണ്ട് ഇപ്പോഴൊന്നും പുറത്തേക്ക് ഇറങ്ങണ്ട. അപ്പോൾ ജനങ്ങൾ അവിടെ നിന്നുകൊണ്ട് കുറേ പേര് കൂവുന്നുണ്ട്, എടാ ഇതുപോലത്തേക്ക് മക്കളെ ഉണ്ടാക്കി നീയൊക്കെ ഇങ്ങോട്ട് വാടാ പുറത്തിറങ്ങടാന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളങ്ങ് കിടന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം. പക്ഷേ ഒരു വശത്ത് നമ്മുടെ ശിവശങ്കരൻ്റെ ചങ്ക് പൊട്ടി അവിടെ ഇരുന്ന് വിമ്മി കരയാണ്. രാജീവിന് അറിയില്ല എങ്ങനെ ചേട്ടനെ സമാധാനിപ്പിക്കും. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? മക്കൾ രണ്ടെണ്ണം, ഒരു കുടുംബത്തിലെ തന്നെ 2 ആൺപിള്ളേരാണ്. ആ 2 എണ്ണം പഠിച്ച് ഒരു നിലയിൽ എത്തേണ്ട മക്കളാണ് ഇന്നിതേ ജയിലിലോട്ട് പോകണം. അവർക്ക് ഇനി ഒരു ഭാവിയുണ്ടോ, അവരുടെ ജീവിതം എന്തായി തീരും എന്നൊക്കെ ഓർത്തിട്ട് ശിവശങ്കരൻ അങ്ങ് വല്ലാണ്ട് കിടന്ന് വിമിഷ്ട ഇതാക്കിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് അവർ കോടതിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ആ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ കമല കാത്തിരിക്കുകയാണ്. ഇപ്പോൾ രാജീവ് അവരെയും കൊണ്ട് വരും, ഹരിയുമായിട്ട് ഇപ്പോൾ വരും. അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ആര് രാജീവും ശിവശങ്കരനും മാത്രമേ ഉള്ളൂ. അപ്പോൾ കമല ചോദിച്ചു, എവിടെ ശിവേട്ടാ, നമ്മുടെ മോൻ എന്തേ, അവരെന്തേ? അപ്പോൾ രാജീവ് പറഞ്ഞു, ഇതെന്നാ ഏട്ടത്തി ചോദിക്കണായിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെ എങ്ങോട്ട് നോക്കാൻ ഏൽപ്പിച്ച കണക്കാണല്ലോ, ചേട്ടത്തി ഇവിടെ ഒന്നും അല്ലേ? ഇപ്പോൾ അവരെ ജയിലിലോട്ട് വിട്ടു, ജാമ്യമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു ശിവശങ്കരൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ മോനെ ജയിലിലേക്ക് വിട്ടോ, എൻ്റെ മോൻ്റെ ഭാവി എന്തായി, എൻ്റെ മോൻ പോയോ, അവനെ ജയിലിലേക്ക് വിട്ടിട്ടാണോ ശിവേട്ട നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തെങ്കിലും കാണിച്ച് എൻ്റെ മോനെ പുറത്തിറങ്ങാൻ തന്നെ. അപ്പോൾ രാജീവ് പറഞ്ഞു, കമലേട്ടത്തി ഇത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്? ശിവേട്ടൻ അല്ലെങ്കിൽ തന്നെ തളർന്നിരിക്കുകയാണ്. കമലേട്ടത്തിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ കമലേട്ടത്തി. പക്ഷേ അതൊന്നും വകവെച്ചില്ല കേട്ടോ. കമല കിടന്നോ അങ്ങോട്ട് അല്ലമുറയിട്ട് കരയാണ്. എത്രയാണെങ്കിലും ഒരു മകനല്ലേ, ആ മകൻ്റെ ഒരു ജയിലിലോട്ട് വരും, ആ ഒരു ചെറുപ്രായത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് ആ അമ്മയ്ക്കാണെങ്കിലും താങ്ങാൻ പറ്റിയില്ല. അപ്പോൾ മനു വന്നിട്ട് പറഞ്ഞു. അപ്പോൾ രാജീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോടതിയിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, ജനപ്രളയമായിരുന്നു. അവരെ എങ്ങനെയൊക്കെയാണ് പോലീസ് കോടതിയിൽ കയറ്റിയതും അതുപോലെ തന്നെ തിരിച്ച് ഇനി റിമാൻഡ് ചെയ്ത് ഇനി ജയിലിലോട്ട് വണ്ടി കയറ്റാനും അവർ ഒരുപാട് പാടുപെട്ടു. ഞങ്ങൾ കഷ്ടി രക്ഷപ്പെട്ടതാണ്, ഞങ്ങളെ അവരെ കയ്യിൽ കിട്ടിയ പൊടി പോലും ബാക്കി വയ്ക്കത്തില്ലായിരുന്നു ജനങ്ങൾ. അപ്പോൾ മനു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ കൊച്ചിച്ച, അങ്ങനെയാണ് അവസ്ഥ, അതുകൊണ്ട് അത്രയ്ക്കും വലിയൊരു ഇതാണ്. അപ്പോൾ കമല കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അപ്പോൾ ഇനി ഒരിക്കലും ഹരിയെ ഇനി രക്ഷിക്കാനാവില്ലെന്ന് ചോദിച്ചു. അപ്പോൾ രാജീവ് പറഞ്ഞു, കമലേട്ടത്തി ഒന്ന് സമാധാനപ്പെടും, ഇനിയിപ്പോൾ എന്തായാലും റിമാൻഡ് കഴിഞ്ഞ് അവർ ഇറങ്ങട്ടെ, റിമാൻഡ് കഴിയട്ടെ, അപ്പോഴേക്കും നമുക്ക് നല്ലൊരു വക്കീലിനെ വെച്ച് ആ രീതിയിൽ വാദിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ അകത്തോട്ട് റൂമിലോട്ട് കയറി പോകണം. അപ്പം മനുവും കൂടെ ചെന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ അച്ഛാ ചെയ്യേണ്ടത്, നമുക്ക് എന്നാ ഇനി ചെയ്യാൻ പറ്റണേ? അപ്പോൾ നമ്മുടെ രാജീവ് പറയും, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ആ പെൺകുട്ടിയെ ഒന്ന് സ്വാധീനിച്ച് നോക്കിയാലോ, എന്തെങ്കിലും പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയാണ് എന്നതാണ് അറിഞ്ഞത്, നമുക്ക് എന്തെങ്കിലും നല്ലൊരു എമൗണ്ട് കൊടുത്ത് അവരെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം മനു പറഞ്ഞു, എനിക്ക് വലിയ ഉറപ്പും സ്കോപ്പൊന്നും ഇല്ല ചെറിയ, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് വലിയ ഉറപ്പുള്ള കേസൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ് ഹോസ്പിറ്റലിൽ. അപ്പം നമ്മുടെ ഗോവർദ്ധന ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അറിയാം തൻ്റെ മകന് ജാമ്യം എന്തായാലും കിട്ടില്ല എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിയാം. എങ്കിലും ഗോവർദ്ധനം വന്നപ്പോൾ ബാലചന്ദ്രൻ അത്രയും കാത്തിരിപ്പോടുകൂടി ചോദിച്ചു, എന്തായി ഗോവർദ്ധ, അവന് ജാമ്യം കിട്ടുമോ? ഇല്ല ബാലേട്ട, കിട്ടിയില്ല, അവന് ജാമ്യം കിട്ടില്ല, അവരെ റിമാൻഡിലോട്ട് വിട്ടു എന്ന് പറഞ്ഞു. അത് എത്രയാണെങ്കിലും പ്രതീക്ഷിച്ച മറുപടി തന്നെയായിരുന്നു ബാലചന്ദ്രൻ. പക്ഷേ എങ്കിലും അത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു പക്ഷേ വീട്ടിലായിരുന്നുവെങ്കിൽ ബാലചന്ദ്രന് ഒരിക്കൽ കൂടി ഒരു ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട് വരുമായിരുന്നു. ആശുപത്രി ആയതുകൊണ്ട് അതിൻ്റേതായ മെഡിസിനും നേഴ്സുമാരുടെ പരിചരണവും ഉള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും എത്തിയില്ല. അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈജയന്തി അറിയാണ് ഇങ്ങനെ രോഹിത്തിന് ജാമ്യം കിട്ടിയില്ല എന്നുള്ളത്. വൈജയന്തി ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ കിടന്ന്. എനിക്കൊന്നും 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എൻ്റെ മകനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കണം, എൻ്റെ മകനെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്ന സീനൊക്കെയാണ് കേട്ടോ. അപ്പം നാളത്തെ ഒരു ഇതിൽ എപ്പിസോഡിൽ വരുന്നത് ഇവരെ കോടതിയിൽ കയറ്റി നിർത്തി വാദിഭാഗവും പ്രതിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് ഇവരെ റിമാൻഡ് ചെയ്യാണ്, ജയിലിലോട്ട് റിമാൻഡ് ചെയ്യുന്ന സീനാണ്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് നമ്മുടെ അലീന ജയിലിൽ നമ്മുടെ രോഹിത്തിനെ പോയി കാണാനൊക്കെ ശ്രമിച്ച് കാര്യങ്ങൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ അലീന മനസ്സിലാക്കിയിട്ട് അലീന അതിന് വേണ്ടുന്ന തെളിവുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന സീനൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വളരെ സങ്കടമായിട്ടുള്ള സീനൊക്കെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്കൊക്കെ അടിക്കുക. ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്ബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.